പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു വെഡ്ഡിംഗ് ഷോപ്പിംഗ് വ്ലോഗാണ്. എൻ്റെ അനിയത്തിക്കുട്ടിയുടെ കല്യാണമാണ്. അപ്പം ഞങ്ങൾ വെഡ്ഡിംഗ് സാരി എടുക്കുവാനായിട്ട് എറണാകുളത്തുള്ള അൽമാര ബൈ പുളിമോട്ടിൽ സിൽക്സിൽ വന്നിരിക്കുകയാണ്. എൻ്റെ കല്യാണം കോവിഡ് സമയത്തായതുകൊണ്ട് തന്നെ എനിക്കിങ്ങനെ വെഡ്ഡിങ് സാരിയൊക്കെ ഒരു കടയിൽ പോയി മേത്തൊക്കെ വച്ച് നോക്കി സെലക്ട് ചെയ്തെടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ കസിൻസും എല്ലാവരും കുടുംബമായിട്ടാണ് ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾ ആദ്യം വെഡ്ഡിങ് സാരിയാണ് നോക്കാൻ പോകുന്നത്. സെക്കൻഡ് ഫ്ലോറിലാണ് വെഡ്ഡിങ് സാരി സെക്ഷൻ. ഞങ്ങളൊരു വർക്കിംഗ് ഡേ പ്ലാൻ ചെയ്ത് വന്നതാണ്, അതുകൊണ്ട് തന്നെ തിരക്കും കുറവാണ്. ഇതാണ് അൽമാര ബൈ പുളിമോട്ടിലെ വെഡ്ഡിങ് സാരി സെക്ഷൻ. വെഡ്ഡിങ് സാരിയൊക്കെ പർച്ചേസ് ചെയ്യാൻ പോകുമ്പോൾ അത്യാവശ്യം സമയം എടുക്കും അല്ലേ? അപ്പോൾ സമാധാനത്തോടുകൂടി പർച്ചേസ് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഒരു വർക്കിംഗ് ഡേ വരുന്നതായിരിക്കും നല്ലത്. അത് മാത്രമല്ല, കുറച്ച് രാവിലെ തന്നെ എത്താൻ ശ്രമിക്കുക. അപ്പോൾ ദാ ഈ കൊച്ചിനെ പിടിച്ചു വരുന്ന ആളുടെയാണ് കല്യാണം. എന്നെ വേറൊരു അനിയത്തിയുടെ കുട്ടിയാണ് അവളുടെ കയ്യിലിരിക്കുന്നത്. ചെറുപ്പം തൊട്ട് ഞങ്ങൾ കസിൻസ് ഒരു മൂവർ സംഘമായിട്ടാണ് കേട്ടോ വളർന്നു വന്നത്. കല്യാണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ അനിയത്തിക്കുട്ടി മനസ്സിൽ കല്യാണ സാരിയുടെ ഒരു കളർ തീരുമാനിച്ചിരുന്നു. മസ്റ്റാർഡ് യെല്ലോ കളർ. മസ്റ്റാർഡ് യെല്ലോ വിത്ത് റെഡോ മെറൂണോ കോൺട്രാസ്റ്റ് ബോർഡർ. മസ്റ്റാർഡ് യെല്ലോ കോമ്പിനേഷനിലുള്ള സാരികളാണ് ഇപ്പോൾ കാണുന്നത്. മാറ്റി വെച്ചോ, എന്നിട്ട് നമുക്ക് ഉടുപ്പിച്ച് നോക്കാം കേട്ടോ. ബ്ലൗസും കോൺട്രാസ്റ്റ് ആണ്. ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ. ഇതാണോ ഇത് ബ്ലൗസ് വരും മോളെ? ഇത് ബ്ലൗസ് എന്തുകുട്ടി എന്ത് ഓ ബിസി ബിസിയാണ്ടാ. ഫുൾ കൺഫ്യൂസ് ആയിപ്പോയി നീ. മാറ്റിക്കട നോക്കടാ. ഇപ്പോൾ ഞങ്ങൾ മസ്റ്റാർഡ് യെല്ലോ ഒന്ന് മാറ്റി പഠിച്ച ഒരു ഗ്രീൻ കോൺട്രാസ്റ്റ് പോലത്തെ സാരികൾ നോക്കാൻ തുടങ്ങി. എല്ലോ മാറ്റി വെച്ചിട്ടില്ലേ? സാരി ചെയ്യാമുണ്ട്. ചിറ്റല്ല, ഹിന്ദു അമ്മയ്ക്ക് സാരി എടുക്കാൻ വന്നാണ് ഞങ്ങൾ. അവനെ ആരൊക്കെയാണെന്ന് നോക്കിക്കൊണ്ടിരിക്കണം. അവൻ ആരാണ്? അപ്പം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച സാരിയൊക്കെ ഒന്ന് ഉടുപ്പിച്ച് നോക്കാൻ പോവുകയാണ്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം എടുത്ത് പറയേണ്ടതാണ്. കാരണം നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ തുടങ്ങി ഓരോ സെക്കൻഡും അവർ നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, നമ്മൾ എത്ര സാരി സെലക്ട് ചെയ്താലും അത് ഉടുപ്പിച്ച് നോക്കുവാനും സെറ്റ് ചെയ്യാനും അവർക്ക് യാതൊരു മടിയുണ്ടായിരുന്നില്ല.
അങ്ങനെ കൂടി ട്രഡീഷണൽ കോൺട്രാസ്റ്റുകളല്ലേ മോളെ, എപ്പോഴും നമ്മൾ പക്ക ട്രഡീഷണൽ ആയിട്ട് വരുന്ന കോൺട്രാസ്റ്റുകളാണ്. വേറെ ടോപ്പ് ഇടിക്കട്ടെ, അതാണ് ബ്ലാക്ക് വേണ്ട, ഞാൻ ഇവിടുന്ന് ഒരു ടോപ്പ് എടുത്ത് ഇടിച്ചു തരാം. അതൊരു ഡബിൾ കളറായത് തന്നെ. സോറി. എത്ര പേരുണ്ട് കുട്ടി. സോറി. അപ്പോഴേക്കും അവർ നമുക്ക് കോഫിയൊക്കെ കൊണ്ടുവന്നു. ഇവിടുത്തെ കോഫി നല്ല അടിപൊളിയായിരുന്നു. ചോദിച്ചു വാങ്ങിച്ചു കുടിക്കാൻ മറക്കണ്ട. നോക്കടാ. മറ്റേത് കൂടി ഒന്ന് കൊടുത്ത് നോക്കാം കേട്ടോ. അത് വെറുതെ ഒന്ന് നോക്കിയോ, ഫോട്ടോജനിക് കളറാണ്. ഇപ്പം മ്യൂട്ടഡ് ഗോൾഡ് വരുന്നോണ്ടേ ആ ഒരു രീതിയിൽ തന്നെയാ ചെയ്യുന്നത്. ബിന്ദു അമ്മ എങ്ങനെയുണ്ട്? പിന്നീട് ഞങ്ങൾ ട്രൈ ചെയ്തൊരു കളർ ഇതാണ്, ഒരു താമരപ്പൂവിൻ്റെ ഒക്കെ ഒരു ഡീപ്പ് ഷെയ്ഡ്. വേണ്ട, വേറെ ഏതെങ്കിലും കളർ ട്രൈ ചെയ്യണോ? എല്ലാ അവളുടെ എല്ലാ സ്വപ്നങ്ങൾക്ക് മതിയായി. എന്തായിരുന്നു അല്ല എന്തായിരുന്നു യെല്ലോ? ഇപ്പോഴേക്ക് എല്ലാവർക്കും വേണ്ട. അന്നിപ്പോ എന്താ ഐഡി? കൂടി മസാല ഉണ്ടേ? മസാല ഉണ്ടേ? അങ്ങനെ ഞങ്ങൾ ഗ്രീനൊക്കെ എടുത്ത് മാറ്റി വെച്ചു. എന്നാലും ഒന്നും കൂടി സാരീസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ശരിക്കും അകത്തേക്ക് കയറി ഇപ്പോൾ സാരികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പല കളറുകളും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങളിവിടെ ഫൈനൽ സെലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2 സാരികൾ തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2 ഫൈനൽ റൗണ്ടിലേക്ക് എത്തിയ 2 സാരികൾ. കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നോക്കിയതിന് ശേഷമാണ് ഞങ്ങളിപ്പോൾ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്. ചില സാരികൾ നമ്മൾ നേരെ കാണുന്നത് പോലെ ആയിരിക്കില്ല, ഫോട്ടോയിലും വീഡിയോസിലും അത്ര ഒരു എടുപ്പുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ബ്രൈഡൽ സാരി എടുക്കാൻ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. മാക്സിമം പറ്റുകയാണെങ്കിൽ ഒരു വർക്കിംഗ് ഡേ തന്നെ അതിരാവിലെ തന്നെ ഇറങ്ങാൻ നോക്കുക. പിന്നെ അത്യാവശ്യം ട്രഡീഷണൽ ആയ ഡ്രസ്സ്, അതായത് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള നെക്കൊക്കെ ഉള്ളൊരു ഡ്രസ്സ് ഇടാൻ ശ്രമിക്കുക. എന്നാലാണ് സാരി വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി അറിയുള്ളൂ. അതുകൂടാതെ ഇന്നൊരു കളർ മാത്രമേ നമ്മൾ സാരി എടുക്കുള്ളൂ എന്ന് ചിന്തിച്ച് വരരുത്. മറ്റ് കളർ ചോയ്സുകളെല്ലാം നമ്മളുടെ ശരീരത്തിൽ വെച്ചിട്ട് ട്രയൽ ചെയ്ത് നോക്കുക. ചിലപ്പോൾ നമ്മൾ വിചാരിച്ച കളറിനേക്കാളും ഏറ്റവും കൂടുതൽ സ്യൂട്ടാവുന്നത് ഇവിടെ വന്ന് ട്രൈ ചെയ്യുന്ന കളറുകളായിരിക്കും. മറ്റൊരു കാര്യം, നമ്മൾ സെലക്ട് ചെയ്ത സാരി ജസ്റ്റ് ഷോറൂം ലൈറ്റ് കൂടാണ്ട് നാച്ചുറൽ ലൈറ്റിലൊന്ന് പോയി നോക്കണം. പിന്നെ ട്രയൽ ചെയ്യുമ്പോൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കണം. ചില സാരിയുടെ കളർ നേരെ കാണാൻ നല്ല ഭംഗിയുണ്ടാവുമെങ്കിലും വീഡിയോസിലും ഫോട്ടോസിലും അത്ര എടുപ്പ് വരണമെന്നില്ല. ഞങ്ങളിപ്പോൾ അൽമാര ബൈ പുളിമൂട്ടിലെ നോർമൽ സാരി സെക്ഷനിൽ വന്നിരിക്കുകയാണ്. ടിഷ്യൂ സാരികളാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബ്രൈഡിൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് സാരി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങളിപ്പോൾ, അതായത് എൻ്റെ ചിറ്റയ്ക്ക് വേണ്ടിയിട്ട്. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ കാര്യം എടുത്തു പറയുന്നത് ഇവർ 2 പേര്, സനുജ, ആനി. ഈ 2 ചേച്ചിമാരും നമ്മളുടെ കൂടെ തന്നെ, അതായത് വന്നപ്പോൾ തുടങ്ങി കുറേ ടൈം എടുത്താണ് നമ്മൾ ഓരോന്നും സെലക്ട് ചെയ്യുന്നത്. ഇതിനെല്ലാം നമ്മളുടെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിമാർക്ക് ഒരുപാട് താങ്ക്സ്. അതുമാത്രമല്ല, ബ്രൈഡൽ സാരീസിൽ അൽമാര ബൈ പുളിമൂട്ടിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. എല്ലാ പ്രൈസ് റേഞ്ചിലുള്ള പ്യുവർ കാഞ്ചീപുരം ബ്രൈഡൽ സാരീസ് ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓരോ ബഡ്ജറ്റ് കാറ്റഗറിയിലും ഒരുപാട് കളേഴ്സും ഡിസൈൻസും പാറ്റേൺസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്.
എറണാകുളത്ത് ബ്രൈഡൽ സാരി ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇത്. സർവീസും കളക്ഷനും എല്ലാം അടിപൊളിയായിരുന്നു. നമ്മളിപ്പോൾ അൽമാരയിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ പോത്തീസിൽ വന്നിരിക്കുകയാണ്. മറ്റെല്ലാവർക്കും വേണ്ടിയിട്ട് സാരി നോക്കാനായിട്ടാണ് കേട്ടോ ഇങ്ങോട്ട് വന്നത്. എൻ്റെ ചുറ്റും ഇപ്പോൾ സെമി സിൽക്ക് സാരികൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല രസമുണ്ടല്ലോ. അത്ര രീതിയിലാക്കണത് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കും. ഭംഗി എടുത്തോ, ഫിക്സ് ചെയ്തോ ഫിക്സ് ചെയ്തോ. ഞാൻ ഗ്രാൻഡായിട്ടുള്ളതാണ്. ഇത് കൊള്ളാം. ഗ്രാൻഡായിട്ടുണ്ട്. അനുവേ ഇത് കൊള്ളാമേ. അനുവേ അതങ്ങനെയല്ല, നല്ല ഗ്രാൻഡായിട്ടുണ്ട്. ഷോപ്പിംഗ് ഒക്കെ തൽക്കാലത്തേക്ക് ഒന്ന് നിർത്തി വെച്ചുകൊണ്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. പോത്തീസിൽ പിന്നെ ഫുഡും കാര്യങ്ങളും കഫേറ്റീരിയയും എല്ലാം പോത്തീസിൽ തന്നെ ഉള്ളതുകൊണ്ട് പുറത്തൊന്നും പോകേണ്ടി വന്നില്ല. ഞങ്ങൾ മീൽസും ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും ഷോപ്പിംഗ് തുടങ്ങാം. ബ്രൈഡിൻ്റെ അമ്മയും ബ്രൈഡിനെ പോലെ തന്നെ തിളങ്ങേണ്ട ദിവസമല്ലേ മകളുടെ കല്യാണം. അപ്പോൾ ബിന്ദുച്ചിട്ടയ്ക്ക് ഞങ്ങളിങ്ങനെ കാഞ്ചീപുരം സാരികൾ ഓരോന്നും ഇങ്ങനെ വച്ച് നോക്കി സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാർക്കാണ്? അല്ല ശരിയാ. അപ്പോൾ ഇന്നത്തെ ബ്രൈഡൽ ഷോപ്പിംഗ് ഒക്കെ ഏകദേശമൊക്കെ അവസാനിച്ചു. നല്ല ക്ഷീണിച്ചു ഞങ്ങളെല്ലാവരും. രാവിലെ ഇറങ്ങിയതാണ്. ഇപ്പോൾ സമയം ഏകദേശം 4:30 കഴിഞ്ഞു കേട്ടോ. ബാക്കി വെഡ്ഡിങ് ഷോപ്പിംഗ് ഒക്കെ നമുക്ക് അടുത്ത വീഡിയോകളിൽ കാണാം. അതുവരേക്കും ടാറ്റാ ആൻഡ് ബൈ ബൈ ഫ്രം ബാക്ക് പാക്ക് കപ്പിൾ.